ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിതാ കുറച്ച് ദിവസത്തേന് ഇത് അമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. കാരണം മദ്രസയിൽ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കുറച്ച് ദിവസം നിന്നിട്ട് പോരാന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞങ്ങൾ നോമ്പിന് വാങ്ങിയ സമൂസ ഷീറ്റും സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അതാ സ്വീറ്റായിട്ടും സ്പൈസി ആയിട്ടുള്ള കുറച്ച് സ്നാക്ക് ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൊടുന്ന ലഗേജാണ് കേട്ടോ നേരത്തെ അവിടെ കണ്ടത്. ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഉച്ച ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം വർത്താനം പറയാൻ ആരുമില്ല, ഞങ്ങളും മമ്മിയും ബാവയും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതാ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതാ ഫുഡ് കഴിക്കാനിരുന്നതാട്ടോ. നോമ്പായതിന് ശേഷം മീൻകറി കൂട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അവിടെ പോയപ്പോൾ ഉമ്മമ്മ ഉണ്ടാക്കിയപ്പോഴാണ് മീൻകറി കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉമ്മമാൻ്റെ മീൻകറിക്ക് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇന്ന് ഇതാ മീൻകറിയും മീൻ പൊരിച്ചതും വഴുതനങ്ങ പൊരിച്ചതും മാങ്ങയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രസവും മോരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു. പ്രത്യേകിച്ച് അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മെയിനായിട്ട് ഇതാ ഫുഡൊക്കെയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. രാത്രി ഞങ്ങളിതാ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. മന്തിയല്ല, മന്തി പോലത്തെ വേറൊരു റൈസാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ രാവിലെ ഇതാ ഫുഡ് കഴിക്കുമ്പോഴാട്ടോ വീഡിയോ എടുക്കുന്നത്. നല്ല പുട്ടും മീൻ കറിയും കടലയും ചായയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെ ഫുഡ്. പിന്നെ ഇതാ ഉച്ചക്കത്തെ ഫുഡാണ്. പിന്നെ ഇതാ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചെടിക്ക് വെള്ളം നനക്കാനും പിന്നെ കുറച്ച് നേരം മുകളിലൊക്കെ ഇരുന്ന് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് ഇതാ എല്ലായിടത്തും വെള്ളം ഒഴിച്ചതാ. പിന്നെ അതിൻ്റെ മേലേക്ക് കയറിയിട്ട് അവിടുത്തെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച്. അവിടെ കയറിയപ്പോൾ ഭയങ്കര ചൂടൊന്നുമില്ലായിരുന്നു കേട്ടോ. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അത് നമ്മൾ കൊണ്ടുപോയ സ്നാക്സ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. 7up ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം എന്താ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ താഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇരുട്ടായൊക്കെ തുടങ്ങിയപ്പോൾ അതാ മാങ്ങയും പപ്പായൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പിറ്റേ ദിവസം രാവിലെ ഈ ദോശയും കടലക്കറിയും ചായയൊക്കെ കൂട്ടി കഴിച്ച് അപ്പോഴേക്കും ഇതാ ആൻറ്റിയും കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റി ചക്ക കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു. ബിസ്ക്കറ്റും ചായയും കഴിച്ചു വെറുതെ ഇരിക്കലായിരുന്നു. അപ്പോൾ അത് അവരൊക്കെ വന്നപ്പോൾ ഞങ്ങളിതങ്ങനെ കളിക്കുകയാണ് കേട്ടോ. മറ്റേ വിസ്പർ ചലഞ്ചില്ലേ, ഹെഡ്സെറ്റ് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാനായിട്ട് ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ ആക്ഷനൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ കേട്ടോ കാണിച്ചു കൊടുത്തത്. എല്ലാവരും ഫോണ് കളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ മെയിനായിട്ട്. പിന്നെ ഒന്ന് കറണ്ടൊക്കെ പോയി. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഈ ഒരു കളി എല്ലാവരും യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ട് കളിക്കുന്നത്. ഇങ്ങനെ ഒരു പേപ്പറിൽ നമ്മൾ ചിത്രം വരക്കും, എന്നിട്ട് അത് മുന്നിലുള്ള ആൾ ചെയ്യണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ചിഹ്നം വരച്ചത്, ഓൾ സ്റ്റാറാണ് വരച്ചത്. പക്ഷെ ഞാൻ വരച്ചത് ഇതാ ഒരു വീടാണ് കേട്ടോ. എനിക്ക് അങ്ങനെ മനസ്സിലായത്. അപ്പോൾ എന്താ ഞാൻ മിനുവിനെ വരച്ചെടുത്ത്, ഓൾ ഇതാ ഇങ്ങനെ എന്തോ ആണ് വരച്ചിട്ടുള്ളത്. ഓരോരുത്തർ വരച്ചത് എന്താണെന്ന് പോലും ഓരോരുത്തർക്ക് മനസ്സിലാവണില്ലായിരുന്നു. അങ്ങനത്തെ ഓരോ ഷീപ്പൊക്കെയാണ് കേട്ടോ ഓരോരുത്തർ വരച്ച് വെച്ചിട്ടുള്ളത്. ഇത് നല്ലൊരു അടിപൊളി ഗെയിമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ചിരിച്ച് 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 ഒരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മിനിയൊക്കെ ഇതാ കിടന്നൊക്കെയാണ് കേട്ടോ ചിരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും വൈബായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് വരക്കണമെന്ന് അവർക്ക് പോലും അറിയില്ല. അങ്ങനെ നല്ല രസമുള്ളൊരു കളിയായിട്ട് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കളിച്ചൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ അടുത്തത് ഞാനായിരുന്നു കേട്ടോ മെയിനായിട്ട് വരക്കാണ്ടിരുന്നത്. അപ്പം ഞാനിത് ഒരു മീനിനെയായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വരച്ചത് മാക്സിമം വരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിന്നും മീനൊക്കെ ശരിയാക്കിയിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടോ, ഓരോക്കെ മീൻ തന്നെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സി എത്തിയപ്പോഴാണ് സി അത് കൊളാക്കി വരച്ച്. സത്യം പറഞ്ഞാൽ ഇത് ചിലപ്പോൾ നമുക്ക് വരക്കണം മനസ്സിലാവണില്ല, പക്ഷെ ചിലത് മനസ്സിലാവണമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു. അടുത്തത് അഫ്രോന് ബോളാണ് കേട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വൻ കോമഡി ആയിരുന്നു കേട്ടോ. ഇവർ രണ്ടാളും ഏകദേശം കറക്റ്റാക്കി. പക്ഷേ എനിക്കെത്തിയപ്പോൾ ഞാൻ വരച്ചത് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ചിഹ്നം വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒക്കെ വരച്ചെടുത്തേ ഓൾ അതേപോലെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ സി അങ്ങനെ ഒരു പൂച്ചൻ്റെ തല പോലത്തെ ഒരു സംഭവം അങ്ങനെ എന്തോണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ആരും തെറ്റിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ എൻ്റെ മേത്ത് മീനു കാല് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓളങ്ങനെ കിക്കിലാക്കിക്കൊണ്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇതാ ഉറങ്ങി നീച്ചപ്പോൾ ഇതാ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. ചന്ത മിഠായില്ലേ, നാടിബലം അങ്ങനെ എന്തോണെന്ന് ഇതിന് പറയാം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ എന്താ പൂളയും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ രാത്രി ആയപ്പോൾ ഇതാ വൈകുന്നേരം ആൻറ്റിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഇതാ അവിടെ ചിഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുറച്ച് നേരം നിന്നിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നേരം നിന്നിട്ട് ഓരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്താ രാത്രി ഇതാ അവിടെ ഇങ്ങനെ പടക്കം പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതാ ഞങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ കയറിയതായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവരും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിട്ടുള്ളായിരുന്നു കേട്ടോ. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല. കുറച്ച് മാത്രമേ കാണുന്നുള്ളായിരുന്നു കേട്ടോ. ആ ഒരു മരം ഇല്ലായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരുന്നു. എന്തായാലും കുറച്ച് നേരം ഉള്ളെങ്കിലും ഉള്ളത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വാർപ്പിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ടും ഞങ്ങളൊരു 5-10 മിനിറ്റ് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. പക്ഷേ രാത്രിയാണെങ്കിലും അന്ന് എന്തോ കാറ്റൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പിറ്റേ ദിവസം ചക്ക ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പഴഞ്ചക്ക ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരാഴ്ച ഉമ്മാൻ്റെ വീട്ടിൽ നിന്നു കേട്ടോ. പിന്നെ ഇതാ രാത്രി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.